മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമാകുന്ന ഒരു ദൗത്യം ആയിരുന്നു കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. ഡോക്ടർ അനിൽ മേനോൻ ആ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തി. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സോയൂസ് പേടകത്തിൽ നിന്ന് 3-അംഗ സംഘം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. നാസയുടെ സഞ്ചാരിയായ അനിലിനോടൊപ്പം മറ്റ് 2 റഷ്യൻ സഞ്ചാരികൾ കൂടി ഉണ്ടായിരുന്നു. ഇനി 8 മാസം ആണ് അനിലിനെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടതായി വരുന്നത്. അജയ് സുധാ ബിജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, തീർച്ചയായും എല്ലാവർക്കും അഭിമാനകരമാകുന്ന ഒരു ദൗത്യം, ആ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു അനിൽ. അത് വിജയകരമായ ആ ദൗത്യം, അതായത് ഡോക്കിങ്ങും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി. ഇനി എന്തൊക്കെയാണ് പ്രധാനമായും അനിൽ ഉൾപ്പെടുന്ന സംഘത്തിന് ഈ 8 മാസ കാലയളവിൽ പൂർത്തിയാക്കേണ്ടത്? സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു ദൗത്യത്തിലാണ് അനിൽ മേനോൻ പങ്കാളിയായിട്ടുള്ളത്. ഇപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല, നാസയ്ക്കും അതുപോലെ തന്നെ മാനവരാശിക്കും ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല പരീക്ഷണങ്ങളും അനിൽ ഈ വരുന്ന 8 മാസ കാലയളവിൽ നിർവഹിക്കും. അദ്ദേഹത്തിനോടൊപ്പമുള്ള 2 റഷ്യൻ ബഹിരാകാശ യാത്രികരും 8 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർന്നതിന് ശേഷം അടുത്ത വർഷം ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് യാത്ര തിരിക്കുക. അവർ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 75-ാം ദൗത്യസംഘമായിട്ടാണ് എത്തിയത്. 74-ാം ദൗത്യസംഘം ഇനി ഈ വരുന്ന ഞായറാഴ്ചയാണ് ഭൂമിയിലേക്ക് തിരിക്കുക. അതിനുശേഷമായിരിക്കും ഇവരുടെ ദൗത്യങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആരംഭിക്കുകയെന്ന് നാസ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അനിൽ മേനോനോടൊപ്പം റഷ്യൻ സഞ്ചാരികളായിട്ടുള്ള പ്യോത്തർ ഡുബ്രോയും അതുപോലെ തന്നെ അന്ന കിക്കിനെയുമാണ് നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളത്. ഇന്നലെ കസക്കിസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ വിക്ഷേപം. സോയൂസ് MS-29 എന്ന് പറയുന്ന പേടകം ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപിച്ചത്. അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂറുകൾക്ക് ശേഷം 11:26 ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വളരെ വിജയകരമായി ഡോക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷം അനിൽ മേനോന്റെ സന്ദേശം ഉൾപ്പെടെ ഭൂമിയിലേക്ക് വന്നു. അതിവേഗ യാത്ര ഗംഭീരമെന്നായിരുന്നു അനിൽ മേനോന്റെ ഭൂമിയിലേക്ക് വന്ന സന്ദേശം. പിന്നീട് ഒരു 2 മണിക്കൂറിന് ശേഷം 1:30 പേടകത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ ആ സമയത്ത് വന്ന ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും പ്രഷർ ഒരു വ്യതിയാനം വരുത്തുന്നതിലുണ്ടായിട്ടുള്ള ചില പിഴവുകൾ, അത് കാരണം ഈ ഡോക്കിങ്ങിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്നത് കുറച്ചുകൂടി നീട്ടിവെക്കുകയായിരുന്നു. പിന്നീട് 2 മണിക്കാണ് ഇവർ 3 പേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയത്. അപ്പോൾ 74-ാം ദൗത്യസംഘം ഇവരെ അവിടേക്ക് സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ 3 പേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഉള്ളത്. ഞായറാഴ്ചയ്ക്ക് ശേഷം ഇവർ വളരെ സുപ്രധാനമായിട്ടുള്ള പല ദൗത്യങ്ങളിലും പങ്കാളികളാകും. അതിലേറ്റവും പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയാനുള്ളത് ഓഗ്മെന്റഡ് റിയാലിറ്റിയും അതുപോലെ തന്നെ കൃത്രിമ ബുദ്ധി രീതിയും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അനിൽ മേനോൻ ചെയ്യാൻ പോകുന്ന അൾട്രാസൗണ്ടിൻ്റെ പരീക്ഷണങ്ങളാണ്. തീർച്ചയായിട്ടും അനിൽ മേനോൻ്റെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പങ്കിനെ പറ്റിയിട്ട് 20-ലധികം പ്രബന്ധങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അറിവുകൾ കൂടി പ്രയോജനപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കും അദ്ദേഹം കൂടുതലായിട്ട് ഏർപ്പെടാൻ പോവുക. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അൾട്രാസൗണ്ട് സ്കാൻ, പ്രത്യേകിച്ച് ഓഗ്മെന്റഡ് റിയാലിറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സ്കാൻ വഴിയിട്ട് ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബഹിരാകാശത്ത് വെച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഭൂമിയുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മറ്റ് ചികിത്സാ രീതികളും അവിടെ വെച്ച് തന്നെ, ബഹിരാകാശത്ത് വെച്ച് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് ഇതുവഴി തേടാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്പേസിൽ വെച്ചുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ നിർമ്മാണം, ഇവയിലും അനിൽ മേനോൻ പങ്കാളിയാകും. ഇതിലൂടെ ഈ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ, അതുപോലെ കൃത്രിമ ബുദ്ധി, അതുപോലെ മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ, ഇവയുടെ നിർമ്മാണമെല്ലാം വികസിപ്പിക്കാൻ സാധിക്കും. ഇവ സ്പേസ് ദൗത്യത്തിൽ മാത്രമാകില്ല, ഭൂമിയിൽ തന്നെയുള്ള വിവിധ ചികിത്സാ രീതികൾ മെച്ചപ്പെടുത്താനും ഇത്തരം പരീക്ഷണങ്ങൾ സഹായകരമാകും. പിന്നെ ബഹിരാകാശത്ത് എത്തുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രധാനമായിട്ടും ഈ രക്തപ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുകയും അവ സംബന്ധിച്ച് ഉള്ള കൂടുതൽ പരീക്ഷണങ്ങളും അനിൽ മേനോൻ നടത്തുകയുൾപ്പെടെ ചെയ്യും. പിന്നെ
ബയോപ്രിന്റിംഗ് വാസ്കുലർ കൺസ്ട്രക്ടറുകളുടെ ഒരു പരീക്ഷണം അതും അനിൽ മേനോൻ നിർവഹിക്കും. ഇത്തരം പരീക്ഷണങ്ങൾ വാർദ്ധക്യ പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു ധാരണ മനുഷ്യന് കൂടുതൽ നൽകുന്നതിൽ സഹായകരമാകും. അത്തരം ധാരണ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ, ഇവയ്ക്ക് സംബന്ധിച്ചുള്ള ചികിത്സാ രീതികൾ ഇവ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ മനുഷ്യർക്ക് തീർച്ചയായും ഒരു പക്ഷേ വരും കാലങ്ങളിൽ ഈ ബഹിരാകാശത്ത് മറ്റൊരു ടൗൺഷിപ്പ് മനുഷ്യൻ നിർമ്മിക്കുകയാണ് എങ്കിൽ അവിടെ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും, എന്തൊക്കെയാണ് മനുഷ്യന്റെ ശരീരഘടനയിൽ വരുന്ന മാറ്റങ്ങൾ, രക്തത്തിന്റെ ഘടകങ്ങളിൽ അല്ലെങ്കിൽ ന്യൂറോണുകളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളിൽ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരിക എന്നതുൾപ്പെടെ സങ്കീർണമായ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ നിരീക്ഷണങ്ങളിലേക്കാണ് ഇനി അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം കടക്കുക. ഇപ്പോൾ ബഹിരാകാശത്ത് 10 പേർ ആണ് ഈ നിലയത്തിൽ ഉള്ളത്. അതിൽ 3 പേർ ഉടനെ തന്നെ മടങ്ങും. പിന്നീട് 7 പേർ അടങ്ങുന്ന സംഘം ആ സംഘത്തോടൊപ്പം അനിൽ തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.